ഹായ് ഫ്രണ്ട്സ്, TJS വെഹിക്കിൾ പോയിന്റിലേക്ക് സ്വാഗതം. ഞാൻ തങ്കച്ചൻ, റിട്ടയേർഡ് മോട്ടോർ വെഹിക്കിൾസ് ഇൻസ്പെക്ടർ. കളർകോട് വാഹന ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സ്വകാര്യ വാഹനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നത് സംബന്ധിച്ച് ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ വാർത്താമാധ്യമങ്ങൾക്ക് നൽകിയ ഒരു പ്രസ്താവനയിൽ ഈ സ്വകാര്യ വാഹനം അതിൻ്റെ ഉടമസ്ഥനല്ലാതെ ആരെങ്കിലും ഉപയോഗിക്കുന്നതായിട്ട് കണ്ടാൽ അവർക്കെതിരെ ഈ വാഹനം സാമ്പത്തിക ലാഭത്തിനായിട്ട് നൽകപ്പെട്ടു എന്നുള്ള രീതിയിൽ നിയമ നടപടികൾ സ്വീകരിക്കും എന്ന് അദ്ദേഹം വളരെ വസ്തുനിഷ്ഠമായിട്ട് പ്രഖ്യാപിക്കുന്നതായി കണ്ടു. ഇത് സംബന്ധിച്ച് എൻ്റെ ചാനലിൽ ധാരാളം പേര് ചോദ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഇപ്പം ഇങ്ങനെ നമുക്ക് എപ്പോഴും ഈ വാഹനത്തിൻ്റെ ഉടമസ്ഥൻ തന്നെ ഈ ഒരു വാഹനം ഓടിച്ചുകൊണ്ട് നടക്കാനായിട്ട് സാധിക്കുമോ? ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു വാഹനം നമ്മുടെ വീട്ടിൽ വാങ്ങിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിലെ എല്ലാവർക്കും അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ വാഹന ഉടമയല്ല അദ്ദേഹത്തിൻ്റെ മകൻ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മകൾ, അദ്ദേഹത്തിൻ്റെ ഏതെങ്കിലും അടുത്ത ബന്ധുക്കൾ, അവർക്ക് ഈ വാഹനം ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആ രീതിയിലാണ് ഇന്ന് വരെ മോട്ടോർ വാഹന വകുപ്പാണെങ്കിലോ പോലീസ് ആണെന്നുണ്ടെങ്കിലോ നിയമ നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരുന്നത്. ഇത് ഇന്ത്യയാണ്, അല്ലെങ്കിൽ ഇത് കേരളമാണ്. ഇത് മറ്റ് മറുനാടുകളിലേക്ക് പോലെ അവിടെ ഇൻഷുറൻസിൻ്റെ പ്രത്യേക കണ്ടീഷൻസ് ഉള്ളത് കൊണ്ട് മാത്രം ആ വാഹന ഉടമയും അദ്ദേഹം നിർദ്ദേശിക്കുന്ന മറ്റൊരാൾക്കും ആ വാഹനം ഓടിക്കാനായിട്ട് സാധിക്കും. ഇവിടെ നമുക്ക് പല പ്രൈവറ്റ് വാഹനങ്ങളും ആ വാഹനത്തിൻ്റെ ഉടമയ്ക്ക് ഒരു ഡ്രൈവറെ വെച്ച് ഓടിക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ വാഹനത്തിൻ്റെ ഉടമയെ എവിടെയെങ്കിലും ഡ്രോപ്പ് ചെയ്തിട്ട് ഈ ഡ്രൈവർ തിരിച്ചു വരികയാണ്. അപ്പോൾ വാഹനം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥൻ ഈ വാഹനം പരിശോധിക്കുമ്പോൾ ഇത് ഇദ്ദേഹത്തിൻ്റെ ഡ്രൈവറാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രൈവറ്റ് ഡ്രൈവറെ നിയോഗിക്കുമ്പോൾ അയാൾക്ക് അപ്പോയിൻമെൻറ്റ് ലെറ്റർ ഒന്നും കൊടുത്തിട്ടൊന്നുമല്ല അയാളെ നിയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ വ്യക്തി ഓടിച്ചുകൊണ്ട് വരുമ്പോൾ മോട്ടോർ വാഹന വകുപ്പ് പിടിച്ച് ഇത് സാമ്പത്തിക ലാഭത്തിന് വേണ്ടിയിട്ട് ആ ഉടമ നൽകിയതാണെന്ന് ആരോപിച്ചുകൊണ്ട് ഈ ഒരു ചലാൻ ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചു നോക്കൂ. ശരിയാണ്, ഇവിടെ ഈ സ്വകാര്യ വാഹനം വാടകയ്ക്ക് നൽകപ്പെടുന്നു എന്നുള്ള കാര്യം ഒരു വസ്തുത തന്നെയാണ്. പക്ഷേ അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാ വാഹന ഉപയോക്താക്കൾക്കെതിരെയെല്ലാം ഇങ്ങനെ നിയമ നടപടികൾ സ്വീകരിക്കും എന്നുള്ള പ്രസ്താവന വളരെയധികം ആശങ്കാജനകമായിട്ടുള്ളൊരു കാര്യമാണ്. ഇവിടെ ഇപ്പോൾ ഒരു സ്വകാര്യ വാഹനം അതിൽ ചരക്ക് കയറ്റിക്കൊണ്ട് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ സാധാരണയായിട്ട് കാണുന്നതാണ് ഈ പ്രൈവറ്റ് മുച്ചക്ര വാഹനങ്ങളിലെല്ലാം അച്ചപ്പം, കുഴലപ്പം അതുപോലുള്ള സാധനങ്ങളെല്ലാം ഏതെങ്കിലുമൊക്കെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയിട്ട് ബേക്കറികളിലേക്കൊക്കെ കൊണ്ടുപോയി സപ്ലൈ ചെയ്യുന്ന ധാരാളം ആളുകളെ കാണാം. ഇവരൊന്നും വലിയ കുറ്റവാളികളൊന്നുമല്ല. പക്ഷേ മോട്ടോർ വാഹന നിയമപ്രകാരം ഇതുപോലെ ചരക്ക് കയറ്റിക്കൊണ്ട് പോകാനായിട്ട് അനുമതിയില്ല. ഇപ്പോൾ ഒരു വ്യക്തി അവരുടെ പറമ്പിൽ നിന്നും കുറേ തേങ്ങയോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളോ അത് ഒരു ജീപ്പിൽ കയറ്റിക്കൊണ്ട് പോയി അത് പിടിച്ചിട്ട് ഇത് നിയമവിരുദ്ധമാണ്, ഈ രീതിയിലൊന്നും മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ അങ്ങനെ പിഴ ഈടാക്കുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. ഇപ്പോൾ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഒരു ഉത്തരവിറക്കുന്നു. വളരെ വ്യാപകമായ രീതിയിൽ ഇങ്ങനെ ചെക്കിങ് നടത്തണം, ആരെങ്കിലും ഇതുപോലെ സ്വന്തം വാഹനം ഉപയോഗിക്കാത്തവർക്കെതിരെ നടപടികൾ സ്വീകരിക്കണമെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മറ്റ് പോംവഴിയൊന്നുമില്ല. അപ്പോൾ അടുത്ത ദിവസം തന്നെ പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് ഇവിടെ സ്റ്റേറ്റിലുടനീളം ഇങ്ങനെ ചെക്കിങ് നടത്തുകയും അങ്ങനെ എത്ര കേസുകൾ പിടിച്ചു, എത്ര ലക്ഷം രൂപ പിരിച്ചു എന്നെല്ലാമുള്ള റിപ്പോർട്ടുകൾ ആവശ്യപ്പെടുമ്പോൾ ഇതിനായിട്ട് നിയോഗിക്കപ്പെട്ട ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം നിൽക്കക്കള്ളി ഇല്ലാത്ത ഒരു അവസ്ഥ വന്നു ചേരും. ഇവിടെ ഞാൻ 2 ആഴ്ച മുമ്പ് മറ്റൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കാത്തതിൻ്റെ പേരിൽ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിരുന്ന ഒരു വാഹനത്തിനെതിരെ 2250 രൂപ പിഴ ഇട്ടു. അപ്പോൾ ഞാൻ ആ വീഡിയോ ഇട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ആ പാവം വ്യക്തിക്ക് 2000 രൂപ പിഴ അത് ഒഴിവാക്കി കൊടുത്തു എന്നുള്ള കാര്യം ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്ക് മനസ്സിലാകും. പക്ഷെ ഇവിടെ സംഭവിക്കുന്നത് നമുക്കൊരു ചലാൻ വന്നു. ആ ചലാൻ അത് ഒഴിവാക്കി കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തി അയാൾ ഒരു ദിവസത്തെ അയാളുടെ ജോലി കളഞ്ഞിട്ട് ഇപ്പോൾ എൻഫോഴ്സ്മെൻറ്റ് RT ഓഫീസിലോ അല്ലെങ്കിൽ ആരാണ് ഈ ചലാൻ അത് ജനറേറ്റ് ചെയ്തത് അവരെ ചെന്ന് കണ്ട് ഇതെല്ലാം തീർക്കേണ്ട ഒരു അവസ്ഥയാണെന്നുള്ളത്. അപ്പം നമ്മളിപ്പോൾ ഒരു പേയ്മെൻറ്റ് നടത്തി, ആ പേയ്മെൻറ്റ് ഫെയിലായി കഴിഞ്ഞാൽ അത് തിരിച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ സാധാരണ ആമസോൺ ആണെങ്കിലോ ഫ്ലിപ്പ്കാർട്ട് ആണെങ്കിലോ ഒക്കെ അത് ഓട്ടോമാറ്റിക്കായിട്ട് തിരിച്ചു വരുന്നത് പോലെ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തിരിച്ചു കിട്ടാനായിട്ടുള്ള ഒരു സംവിധാനവും, ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടാനായിട്ടുള്ള ഒരു സംവിധാനവുമില്ല. ആ വ്യക്തി ഈ ട്രഷറിയിൽ റീഫണ്ടിനുള്ള അപേക്ഷയൊക്കെ സമർപ്പിച്ച് മാസങ്ങളോളം കാത്തിരിക്കേണ്ട ഒരു അവസ്ഥയാണ് ഇന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ ഉത്തരവ് അല്ലെങ്കിൽ ആ പ്രസ്താവന മുഖവിലയ്ക്ക് എടുത്തുകൊണ്ട് ഇങ്ങനെ ഒരു വ്യാപകമായിട്ടുള്ള ചെക്കിങ്, ഒരു കമ്പൈൻഡ് ചെക്കിങ് പോലീസുമായിട്ടും അല്ലെങ്കിൽ മോട്ടോർ വാഹന വകുപ്പും കൂടി ചേർന്ന് ഒരു ചെക്കിങ്ങൊക്കെ നടത്തുമ്പോൾ ആരെങ്കിലും ഒരു വാഹനം ഇതുപോലെ ഉടമസ്ഥനല്ലാതെ ഓടിച്ചുകൊണ്ട് പോയി അവർക്കെതിരെ തോന്നിയപടി പിഴ ഈടാക്കാനായിട്ടോ അല്ലെങ്കിൽ അവർക്കെതിരെ ചലാൻ ജനറേറ്റ് ചെയ്യാനായിട്ട് എൻ്റെ സുഹൃത്തുക്കളായിട്ടുള്ള മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ തയ്യാറാവില്ല എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇതുപോലുള്ളൊരു നടപടിയിലേക്ക് കടന്നു കഴിഞ്ഞാൽ അത് മോട്ടോർ വാഹന വകുപ്പിന് വളരെയധികം അപഖ്യാതി ഉണ്ടാക്കും എന്നല്ലാതെ തീർച്ചയായിട്ടും ഇത് ഈ പൊതുജനങ്ങൾക്ക് ഒരിക്കലും സ്വീകാര്യമായി കാണാൻ ഇടയുള്ള ഒരു കാര്യമല്ല.